ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തേത്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സും. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. എല്ലാ ക്ലാസ്സുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വളരെ പ്രയോജനകരമാണ്. എക്സാമിന് വന്നിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഈ ക്ലാസ്സുകളെല്ലാം നല്ലതുപോലെ പഠിച്ചെടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വന്നിരിക്കുന്ന എക്സാം ഡേറ്റ് ഫെബ്രുവരി 2 ആണ്. അതുകൊണ്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൂടിയും ഇന്ന് മുതൽ നല്ല രീതിയിൽ ഒരുപാട് സമയമെടുത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. 30th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ചൈന? ഓപ്ഷൻസ്: എ, ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ഈസ് ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെമോക്രസി സെൻട്രലിസം. Option B, the Chinese constitution provides for a uniform judicial system. Option C, Mao's ideas of new democracy have been put into practice. Option D, the Chinese constitution provides for a bicameral legislature. താഴെ പറയുന്നവയിൽ ഏതാണ് ചൈനയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന? Option A, the Communist Party of China is organized on the basis of democracy centralism. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സംഘടിപ്പിച്ചത് ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബി, ദ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എ യൂണിഫോം ജുഡീഷ്യൽ സിസ്റ്റം. ചൈനീസ് ഭരണഘടന ഒരു ഏകീകൃത നീതിന്യായ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. മാവോസ് ഐഡിയാസ് ഓഫ് ന്യൂ ഡെമോക്രസി ഹാവ് ബീൻ പുട്ട് ഇൻ ടു പ്രാക്ടീസ്. പുതിയ ജനാധിപത്യം എന്ന മാവോയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കി. ഡി, ദ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. ചൈനീസ് ഭരണഘടന ഒരു ദ്വിസഭാ നിയമനിർമ്മാണത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതിലേതാണ് ചൈനയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. Chinese constitution. The constitution of the People's Republic of China is the supreme law of the country. It was adopted on December 4, 1982 by the 5th National People's Congress and has been revised 5 times since then. Here are some key features of the Constitution of the People's Republic of China. People's Republic of ചൈനയുടെ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ പരമോന്നത നിയമം. 1982 ഡിസംബർ 4 5ാമത്തെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ഇത് അംഗീകരിക്കുകയും അതിനുശേഷം 5 തവണ പരിഷ്കരിക്കുകയും ചെയ്തു ഈ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ. Here are some key features of the Constitution of the People's Republic of China. People's Republic of ചൈനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, നാഷണൽ ലെജിസ്ലേറ്റീവ് പവർ. The Constitution gives the National People's Congress (NPC) the power to legislate for the country. The NPC Standing Committee is the permanent organ of the NPC. നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഭരണഘടന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന് നൽകുന്നു. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് NPCയുടെ സ്ഥിരമായ ഓർഗൻ. നെക്സ്റ്റ് ഫീച്ചർ, സ്റ്റേറ്റ് പവർ. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആസ് എ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് വിത്ത് എ പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ് ലെഡ് ബൈ ദി വർക്കിംഗ് ക്ലാസ്. ഭരണകൂട അധികാരം അഥവാ സ്റ്റേറ്റ് പവർ. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ തൊഴിലാളി വർഗം നയിക്കുന്ന ജനങ്ങളുടെ ജനാധിപത്യ സ്വേച്ഛാധിപത്യം ഉള്ള ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്നാണ് ഭരണഘടന വിശേഷിപ്പിക്കുന്നത്. സിറ്റിസൺസ് റൈറ്റ്, പൗരന്മാരുടെ അവകാശം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് citizens' homes and correspondence. It prohibits the unlawful search a citizen's home and protects the privacy of their correspondence.
ഭരണഘടന പൗരന്മാരുടെ വീടുകളും കത്തിടപാടുകളും സംരക്ഷിക്കുന്നു. ഇത് ഒരു പൗരന്റെ വീട്ടിൽ നിയമവിരുദ്ധമായി തിരയുന്നത് നിരോധിക്കുകയും അവരുടെ കത്തിടപാടുകളുടെ സ്വകാര്യത സംരക്ഷിക്കുകയും ചെയ്യുന്നു. Next, dual constitution system. China has a dual constitution system with the state constitution and the party constitution of the Chinese Communist Party. The Chinese Communist Party has overarching control over the state, military and media. ഡ്യുവൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇരട്ട ഭരണഘടനാ സമ്പ്രദായമാണ് ചൈനയ്ക്കുള്ളത്. ചൈന ഹാസ് എ ഡ്യുവൽ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം വിത്ത് ദി സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹാസ് ഓവർആർക്കിംഗ് കൺട്രോൾ ഓവർ ദ സ്റ്റേറ്റ്, മിലിറ്ററി ആൻഡ് മീഡിയ. സംസ്ഥാനം, സൈന്യം, മാധ്യമങ്ങൾ എന്നിവയുടെ മേൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമഗ്രമായ നിയന്ത്രണമുണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ റീസൺ ഫോർ റിജക്ഷൻ ഓഫ് ദി ക്രിപ്സ് പ്ലാൻ ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഓപ്ഷൻസ്: എ, ഇറ്റ് ഗ്രാൻഡഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ടു ദി ഇന്ത്യൻ യൂണിയൻ. ബി, ഇറ്റ് ഗ്രാൻഡഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ടു ദി പ്രോവിൻസ്. സി, ഇറ്റ് ഡയറക്റ്റ്ലി കൺസിഡർഡ് ദ ഡിമാൻഡ് ഫോർ പാർട്ടീഷൻ. ഓപ്ഷൻ ഡി, ഇറ്റ് വാസ് എയിംഡ് അറ്റ് കണ്ടിന്യൂയിങ് ബ്രിട്ടീഷ് റൂൾ ഈവൻ ആഫ്റ്റർ ദി വാർ. വാട്ട് വാസ് ദ റീസൺ ഫോർ റിജക്ഷൻ ഓഫ് ദി ക്രിപ്സ് പ്ലാൻ ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്രിപ്സ് പദ്ധതി നിരസിച്ചത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, ഇറ്റ് ഗ്രാൻഡഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ടു ദി ഇന്ത്യൻ യൂണിയൻ. ഇന്ത്യൻ യൂണിയന് ആധിപത്യ പദവി നൽകിയതിനാൽ. ഇറ്റ് ഗ്രാൻഡഡ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ടു ദി പ്രോവിൻസസ്. പ്രവിശ്യകൾക്ക് ആധിപത്യ പദവി നൽകിയതിനാൽ. ഇറ്റ് ഡയറക്റ്റ്ലി കൺസിഡർഡ് ദി ഡിമാൻഡ് ഫോർ പാർട്ടീഷൻ. വിഭജനത്തിനുള്ള ആവശ്യം നേരിട്ട് സമ്മതിച്ചു. ഇറ്റ് വാസ് എയിംഡ് അറ്റ് കണ്ടിന്യൂയിങ് ബ്രിട്ടീഷ് റൂൾ ഈവൻ ആഫ്റ്റർ ദി വാർ. യുദ്ധത്തിന് ശേഷവും ബ്രിട്ടീഷ് ഭരണം തുടരുക എന്നതായിരുന്നു ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ സി, ഇറ്റ് ഡയറക്റ്റ്ലി കൺസിഡർഡ് ദ ഡിമാൻഡ് ഫോർ പാർട്ടീഷൻ. വിഭജനത്തിനുള്ള ആവശ്യം നേരിട്ട് സമ്മതിച്ചു. അതിനാലാണ് ക്രിപ്സ് മിഷൻ പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരസിച്ചത്. The Cripps Mission. The Cripps Mission was a series of meetings in 1942 between the British government and Indian leaders to secure India's support for World War II. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റും ഇന്ത്യൻ നേതാക്കളും തമ്മിൽ 1942 നടന്ന യോഗങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ക്രിപ്സ് മിഷൻ. Who led the mission? Sir Richard Stafford Cripps, a member of the War Cabinet and the left-wing Labour Party. When did it take place? March 22 to April 11, 1942. 1942 മാർച്ച് 22 മുതൽ ഏപ്രിൽ 11 വരെയായിരുന്നു. Where did it take place? In Delhi. What was the goal? To secure India's support for the war effort in exchange for greater self-rule and possibly independence after the war. കൂടുതൽ സ്വയം ഭരണത്തിനും യുദ്ധാനന്തര സ്വാതന്ത്ര്യത്തിനും പകരമായും യുദ്ധശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കുക. What was discussed? The British government's draft declaration on the Constitution of India. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കരട് പ്രഖ്യാപനമായിരുന്നു ഇതിൽ ചർച്ച ചെയ്തിരുന്നത്. വാട്ട് വെയർ ദ പ്രൊപ്പോസൽസ്? ഇതിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? സെറ്റപ്പ് ആൻ ഇന്ത്യൻ യൂണിയൻ വിത്ത് ഡൊമിനിയൻ സ്റ്റാറ്റസ്. ആധിപത്യ പദവിയുള്ള ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുക. കൺവീൻ എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടു എ ഡ്രാഫ്റ്റ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ അസംബ്ലി വിളിക്കുക. പ്രൊട്ടക്റ്റ് റേഷ്യൽ ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ്. വംശീയ മത ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക. Allow provinces that did not like the new constitution to retain their existing constitutional position. പുതിയ ഭരണഘടന ഇഷ്ടപ്പെടാത്ത പ്രവിശ്യകളെ അവരുടെ നിലവിലുള്ള ഭരണഘടനാ സ്ഥാനം നിലനിർത്താൻ അനുവദിക്കുക. Allow provinces to form their own union if they didn't want to join the Indian dominion. ഈ പ്രവിശ്യകൾ ഇന്ത്യൻ ആധിപത്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സ്വന്തം യൂണിയൻ രൂപീകരിക്കുവാൻ അനുവദിക്കുക. What was the outcome? അതിൻ്റെ ഫലം the mission failed and the issue of India's constitution was postponed until the end of the war. ദൗത്യം പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രശ്നം യുദ്ധം അവസാനിക്കുന്നതുവരെ മാറ്റിവെച്ചു.
ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്